ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ജീൻസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആയിട്ടാണ്. ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നെറ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. തുണി 4 മടക്കിയതിന് ശേഷം ആദ്യം തന്നെ നമുക്ക് ലെങ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത്. 26 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു കുർത്തിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് സീം അലവൻസും കൂട്ടിയിട്ട് 28 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷോൾഡർ 7 ഇഞ്ചാണ്. ആം ഹോളും അതുപോലെ തന്നെ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ചെസ്റ്റ് 9 ഇഞ്ചോ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. ഷേപ്പ് ചെസ്റ്റിനെക്കാട്ടിൽ 1 ഇഞ്ച് കുറച്ചിട്ട് 8 ഇഞ്ചും 1.5 ഇഞ്ച് സിമലൻസ് എടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ ഭാഗം 9 ഇഞ്ചോ അവിടെ 1 ഇഞ്ചാട്ടോ സിമലൻസ് കൊടുക്കുന്നത്. സൈഡ് ഓപ്പൺ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 ഇഞ്ച് കൊടുത്തത്. താഴെ ഭാഗം അതുകൊണ്ട് തന്നെ 9 ഇഞ്ചിനോട് കൂടെ 1 ഇഞ്ചോട് കൂടിയിട്ട് 10 ഇഞ്ചോ 1 ഇഞ്ച് സിമലൻസ് എടുത്തിട്ടുണ്ട്. ഇനി ആം ഹോള് 1 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തിയിട്ട് ഒരു കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നെക്ക് ഞാനിപ്പം കട്ട് ചെയ്യുന്നില്ല. നെക്ക് ക്യാൻവാസ് വെച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ട്രോപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നെക്ക് ഞാൻ ക്യാൻവാസിലാണ് അടയാളപ്പെടുത്തുന്നത്. 3 ഇഞ്ച് വീതിയും ഒരു 5 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാൻ എടുക്കുന്നത്. ഒരു വി ഷേപ്പുള്ള നെക്കാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ വി ഷേപ്പിൽ അടയാളപ്പെടുത്തിയിട്ട് അത് ചെറിയൊരു കർവിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചു കൊടുക്കണേ. അതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ക്യാൻവാസ് എന്നിട്ട് ഒരു കട്ട് ചെയ്യണം. സ്ലീവിൻ്റെ ലെങ്ത്ത് 18 ഇഞ്ച് അട്ടയ്ക്ക് വേണ്ടത്. അങ്ങനെ 16 ഇഞ്ച് സ്ലീവാണ് എടുക്കുന്നത്. അതിന് 2 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് 18 ഇഞ്ച് എടുത്ത് മുകളിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നെറ്റ് പീസ് അതിനെക്കൊണ്ട് നെറ്റ് പീസിന് വീതി ഇല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. ഞാൻ സ്ലീവൊക്കെ അടയാളപ്പെടുത്തി ഇനി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ 2 പീസോടും ജോയിൻ ചെയ്തെടുക്കുകയാണ്. നെക്ക് സ്റ്റിച്ച് ചെയ്യാണ്. ഇതിൻ്റെ ആം ഹോൾ ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അത് അപ്പോൾ കട്ട് ചെയ്താൽ മറന്നുപോയതാണ്. അതുകൊണ്ട് സ്ലീവും 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യണം. നെക്കിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് വേണ്ടിയത്. അത് അതിന്മേൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ നെക്കിൻ്റെ കഷ്ണം ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ പീസിന് ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ട് തുണീൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നല്ല വശവും കൂട്ടി വെച്ചിട്ടാണ് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആദ്യം ഒന്ന് സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അല്ലെ പിന്നുണ്ടെങ്കിൽ പിന്നെ വെച്ച് കുത്തി കൊടുത്താൽ മതി കേട്ടോ. ഞാനിങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ നോച്ചിട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ കട്ടിങ് ആ സ്റ്റിച്ചിൽ കൊള്ളാണ്ട് ഇട്ട് കൊടുത്ത് മറിച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് നമ്മളെ നഖം കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ബാക്ക് പീസും ഇങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ 2 ഷോൾഡറും കൂട്ടി യോജിപ്പിച്ചിട്ട് അത് ഒരു പ്രസ് അടിയിട്ട് കൊടുക്കണം കേട്ടോ ബാക്ക്. ഇനി നമുക്ക് സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവിൻ്റെ അടിഭാഗം മടക്കി അടിച്ച് കൊടുക്കണം. അപ്പോൾ 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് യോജിപ്പിക്കുകയാണ് വേണ്ടത്.
ഈ രണ്ട് ഭാഗവും നമ്മൾ അടയാളപ്പെടുത്തിയ അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റിന് അടയാളം വെച്ച അവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് സ്റ്റിച്ച് കൂടി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെൻ്റെ സ്ലിറ്റ് 1 ഇഞ്ച് വീതിയിൽ നമ്മൾ 2 സൈഡ് ഓപ്പണും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതൊരു ലൂസിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. മോൾക്ക് നല്ല ഷേപ്പൊന്നും വേണ്ടാത്തതുകൊണ്ട് കുറച്ച് ലൂസുള്ള കുർത്തിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ സ്ലിറ്റ് ഇതുപോലെ 2 സ്ലിറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കണം. താഴ്ഭാഗം നമ്മൾ എത്രയാണോ സ്ലിം അലയൻസ് ഇട്ടത് അത്രയും വീതിയിൽ അത് മടക്കി അടിച്ചെടുക്കണം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ഇതിൻ്റെ 2 സ്ലിറ്റും മടക്കി അടിച്ച് ഇതിൻ്റെ താഴ്ഭാഗവും മടക്കി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് മോളിട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്.